ഞാൻ ഇച്ചിരി എള്ള് കച്ചവടം തുടങ്ങി. സംഭവം കേരള കോളിംഗ് കൊണ്ടാണത് വലിയ ഗുണമൊന്നുമില്ലെന്ന്. കാര്യം എന്താ, ഞാനിപ്പോൾ മാരായമുട്ടത്തിനടുത്ത് ഒരു അങ്ങാടിക്കട ഉണ്ട്. അപ്പോൾ അങ്ങാടിക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമരുന്ന് വ്യാപാരം, അങ്ങാടിക്കട എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇപ്പോൾ പച്ചമരുന്നിനോടും അങ്ങാടി മരുന്നുകളോടും ഒക്കെ ആളുകൾക്ക് അത്ര വലിയ പഥ്യമില്ല. എല്ലാവരും നേരെ ഹൈ സ്പെഷ്യാലിറ്റി 5 സ്റ്റാർ ഹോസ്പിറ്റലുകളിലോട്ടാണ്. അപ്പോൾ ഈ അങ്ങാടി മരുന്നുകളുടെ ഗുണവും അതിൻ്റെ കാര്യങ്ങളും അത് എന്തിനൊക്കെ പ്രയോജനമാണ് എന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്കുണ്ട്. എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഞാനിവിടെ വന്ന് ആദ്യം വരെ വെച്ച എള്ളിൻ്റെയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അകത്തൊന്ന് കയറി സംസാരിക്കാം. എല്ലാവരും കേരള കോളിങ്ങിൻ്റെ പ്രിയ പ്രേക്ഷകർ വരും. ചേട്ടാ നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാനിങ്ങനെ ഈ തെണ്ടി തിരിഞ്ഞ് കേരളം മുഴുക്കാൻ ഇങ്ങനെ നടക്കുകയാണ്. കേരളത്തിൻ്റെ തെക്കേട്ട് കോമഡിയും ഉണ്ട്, സീരിയസും ഉണ്ട്. ഒന്നും പറയണ്ട, എന്തിനകത്തുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ പരിപാടികളുണ്ട്. അപ്പം ഞങ്ങൾ ഈ വരവിൽ ഈ പൂവങ്കാലം എത്തിയപ്പോഴത്തേക്ക് അങ്ങാടി മരുന്ന് കടയുണ്ട്. അപ്പോൾ ശരിക്കും അങ്ങാടി മരുന്നുകൾ, പച്ചമരുന്നുകൾ, അതിൻ്റെയൊക്കെ പ്രയോജനം അതൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ കിട്ടാനുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ചെമ്പൂര് ഞങ്ങൾ ഒരു നാട്ടുവൈദ്യനെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇവിടെ നിന്നും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് അങ്ങാടി നാട്ടുമരുന്ന്, നീട്ടുമരുന്ന്, അങ്ങനെ വാറ്റുമരുന്ന് എന്നൊക്കെ കുറേ മരുന്നുകളുണ്ടല്ലോ, പഴയ പാട്ടുണ്ടല്ലോ. അതെല്ലാം അവർ ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് ഈ നാട്ടുമരുന്ന്, വീട്ടുമരുന്ന് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന മരുന്നിന് അവർ ഇപ്പോൾ ഓരോ മരുന്ന് ചുക്ക് വേണം, കുരുമുളക് വേണം, തിപ്പിലി വേണം, ഇങ്ങനെ ഓരോ മരുന്നുകൾ എഴുതിയിടും. ആ മരുന്നിന് നമ്മൾ അവർക്ക് കൊടുക്കും. നമുക്ക് കൊച്ചു കൈമരുന്നുകളുണ്ടല്ലോ, ചെറിയ അസുഖങ്ങൾക്ക്. ഇപ്പോൾ വേറെ അസുഖം വന്നു കഴിഞ്ഞാൽ ഇന്നത് അതെടുത്ത് ചതച്ച് തിന്നാൽ മതി എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ കൊച്ചു ചില നുറുങ്ങുകളെന്ന് പറഞ്ഞു കൊടുത്താൽ ഈ കൊച്ചു മരുന്ന് നമ്മൾ ഈ ചുമ വരുന്ന സമയത്ത് ഈ ചുക്ക്, കുരുമുളക്, തിപ്പിലി, അരിമുളകം, ഇരട്ടി മധുരം, വയമ്പ് ഇത് കർക്കണ്ടുമായിട്ട് പൊടിച്ച് ഈ ചുമ കവക്കെട്ടിനൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളിപ്പോൾ വാങ്ങി ചുക്ക് പൊടി പോലെ ഈ കുരുമുളകും ചുക്കും തിപ്പിലിയോ അരിമുളകോ തുളസിയില എല്ലാം കൂടിയിട്ട് ഒരു കരിപ്പട്ടി വാങ്ങി കാപ്പി കൊടുക്കുക. അതും ചുമ കവക്കെട്ടിനൊക്കെ നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളുണ്ട്. ഇപ്പം ശരീരത്തിൻ്റെ നടുവേദന അല്ലെങ്കിൽ എണ്ണകൾ, കുഴമ്പുകൾ. ഇവിടെ എന്തെങ്കിലും മരുന്ന് നമ്മളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്? നമ്മൾ ഈ എണ്ണയും കുഴമ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല ലേഖ്യങ്ങളെല്ലാം ഉണ്ടാകും. ലേഖ്യം അശ്വഗന്ധാദി ലേഖ്യമൊക്കെ നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ പിന്നെ ഈ കട ആയതിനു ശേഷം അശ്വഗന്ധാദി ലേഖ്യമൊക്കെ ഉണ്ടാക്കണേ നല്ല ചിലവില്ല. അതെ അതെ അതെ. ഒരു കിലോ ഇപ്പൊ അശ്വഗന്ധാദിക്ക് തന്നെ 750-700 രൂപ വിലയുണ്ട് മുക്കിലത്തിന്. അപ്പൊ അത് മാത്രം പോരല്ല, അതിൽ ചേരുന്ന ചേരുവകളെല്ലാം വേണം. അതെ, എല്ലാം ഇട്ട് ലേഖ്യമാക്കി എടുക്കണം. അതെ അതെ. അപ്പോൾ എങ്ങനെയായാലും അത് വിലയാണ്. പക്ഷെ നമുക്ക് ഇവരെങ്ങനെ പിന്നെ അതെല്ലാം ചേർക്കത്തില്ല. പിന്നെ എങ്ങനെ ഈ 400 രൂപയ്ക്ക് കൊടുക്കും? ഓരോരോ കമ്പനിക്കാരല്ലേ അത്. അതെ അതെ. ഇപ്പൊ നമ്മൾ ഇവിടെ ഇത് എന്തൊക്കെ മരുന്നുകൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ തൽക്കാലം? ഇപ്പൊ നമ്മളുണ്ടാക്കുന്നതാണ്. ഇത് ഇത്ര കാലമായിട്ട് നിന്ന് സ്വമാകമൊക്കെ ഇട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മാറുന്ന മരുന്നാണ്. കഴിക്കാൻ പറ്റും? കഴിക്കാൻ വേണ്ടിയാ തന്നെ. കഴിക്കാം. എന്തൊക്കെ ചേരുവിനകത്ത്? ആ സാധനം നേരത്തെ ഇപ്പോൾ പറഞ്ഞാൽ ചുക്ക്, കുരുമുളക്, തിപ്പിലി, അരിമുളക്, ഇരട്ടി മധുരം, അങ്ങനെയല്ല ഇതെല്ലാം പൊടിച്ച് വെച്ചിരിക്കുക. ചെറിയ കൊച്ചു കുട്ടിക്കാണെങ്കിൽ തേനിൽ കൊടുക്കണം. തേനിൽ ചാലിച്ച് ഇല്ലാത്തവർക്ക് ഇച്ചിരി ചവർപ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നല്ലതായിരിക്കണമല്ലോ. ഈ പറഞ്ഞ പച്ചമരുന്നുകളൊക്കെ ഇപ്പോൾ കിട്ടാനുണ്ടോ? ഈ പച്ചമരുന്ന് പറയണതെല്ലാം ഇവിടെ ഉണ്ടല്ലേ. ഇപ്പോൾ ഈ കുടുംബശ്രീയിലൊക്കെ ആളിലാക്കി പണിക്കൊക്കെ ഇറങ്ങിയ ശേഷം അതെല്ലാം നശിച്ചു. ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ മരുന്നുണ്ട്. തമിഴ്നാട്ടിലുള്ള മരുന്ന് തന്നെ ഇവിടെ കൂടുതൽ എല്ലാ അങ്ങാടി കടകളിലും ഉള്ള. തമിഴ്നാട്ടിൽ ഇങ്ങനെ വസ്തു വെറുതെ കിടക്കുന്നുണ്ടാവും അല്ലേ? നമുക്കിതൊക്കെ കൃഷി ചെയ്തൂടെ? ചെയ്യാം. പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? നമ്മൾ വീട്ടിൽ തന്നെ ആടലോടകം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിഞ്ഞൂടാ. ആടലോടകം എന്ന് പറയുമ്പോൾ വലിയ ഇലയുടെ കാട്ട് നമ്മൾ വേലിപ്പത്തലിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആടലോടകം എന്ന് പറയുന്നത്. ഇവിടെ മരുന്നിന് എടുക്കണം. ആടലോടകം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഇലയായിരിക്കും. അത് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നറയില എന്ന് പറയും, ചിലയിടത്ത് പനിക്കുറുക്ക എന്ന് പറയും. ഇതിപ്പോഴും ആവശ്യക്കാരുണ്ടോ?
ഉണ്ട്. ഇപ്പോഴും വൈദ്യന്മാർ കഷായം മരുന്ന് ലേഖയൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ അങ്ങാടി മരുന്നുകളല്ലേ. എല്ലാ അങ്ങാടി മരുന്നിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുള്ളൂ, വേറെ ഒന്നും ഉണ്ടാക്കാൻ നോക്കൂല. ഈ വൈദ്യന്മാർ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നതാണോ ഇതോ നമ്മുടെ രോഗികൾ വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നതാണോ? രോഗികൾ വന്ന് വാങ്ങാൻ ഇല്ല, അത് എല്ലാ എണ്ണയോ കുഴമ്പോ പിന്നെ കഷായത്തിനുള്ള അത് കഷായത്തിനുള്ള രോഗികളായിരിക്കും വന്ന് വാങ്ങുന്നത്. അല്ലെങ്കിൽ വൈദ്യന്മാർ കുറിച്ച് കൊടുക്കുന്ന മരുന്നിൻ്റെ അത് അപ്പോൾ ശരിക്കും അപ്പോൾ വൈദ്യന്മാരാണ് കൂടുതലും വന്ന് വാങ്ങിക്കുന്നത്, അവർക്ക് മരുന്നുണ്ടാക്കാൻ വേണ്ടി. വൈദ്യന്മാർ ഇപ്പോൾ എനിക്കൊരു നടുവേദന വന്നു, ഞാൻ ഏതെങ്കിലും വൈദ്യന്മാരെ കൊണ്ട് സമീപിക്കും, അവർ മരുന്നിനെ കുറിച്ച് തരും, നമ്മളത് വാങ്ങി ഇട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ അവരുണ്ടാക്കി തരികയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇതിനൊക്കെ ഒരു പീരീഡ് കാലാവധി ഉണ്ടോ? ഇപ്പോൾ ഇത്ര നാൾ കഴിഞ്ഞാൽ ഇത് ചീത്തയാകും അങ്ങനെയുള്ളതുണ്ട്. കാരണം ഇത് കാലങ്ങളോളം ഇരിക്കുന്ന ചില മരുന്ന് നമ്മളെ മരുന്ന് എത്ര കാലം വേണമെങ്കിൽ ഇരിക്കും. പക്ഷെ അവർ ഉണ്ടാക്കുന്ന മരുന്നിന് അത് കണക്കിലേക്ക് കേട്ടലിയോ ഒക്കെ ആകും. വിഷമൂലാരിഷ്ടം, ജീരാരിഷ്ടം, അഭയാരിഷ്ടം എന്ന് പറഞ്ഞ ഒരുപാട് വിലാസങ്ങളൊക്കെ അതിലുണ്ട്. അത് കാലാകാലങ്ങൾ നമുക്ക് 2028 വരെയൊക്കെ ഉണ്ടാവും. അത് എല്ലാ പ്രസരിറ്റി ഈ വിനാഗിരി പോലെയുള്ള സാധനങ്ങളുണ്ട്. ഇത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന കഷായം എന്ന് പറയുന്നത് വൈദ്യന്മാരുണ്ടാക്കി കൊടുക്കുന്നത് നല്ല രീതിയിലാണെങ്കിൽ അത് ഒരു 12 നേരം 24 നേരം ആ ദിവസം വരെ അത് ഉണ്ടാവുള്ളൂ. അത് എൻ്റെ ക്വാളിറ്റി പോയി. അതെ. അപ്പോൾ ഈ പച്ചമരുന്ന് വ്യാപാരം ലാഭമുള്ളൊരു ബിസിനസ്സും കൂടാണോ? അതെ. വാങ്ങുന്ന ആൾക്കൂടി ഉണ്ടെങ്കിൽ ലാഭമാണ്. നമ്മുടെ യാത്രക്കിടയിൽ ഇതുപോലെ ഓരോന്ന് കണ്ടുകൂട്ടും. നമ്മൾ ഈ അങ്ങാടി മരുന്നുകൾ വണ്ടിയിൽ ഇറങ്ങിയപ്പോൾ പരിചയം ഒരു മുഖം ശ്രദ്ധിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അങ്ങാടി മരുന്നുകൾ ഏതൊക്കെയാണെന്നും കൂടെ പറയാം. കുറേ മരുന്നുകളുടെ പേരെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ കാതിക്ക, നെല്ലിക്ക, കടുക്ക, ചുക്ക്, കുരുമുളക്, ഇക്കിളി, അരിമോദകം, ഇരട്ടി മധുരം, ഇപ്പോൾ നമ്മൾ ഓരോന്നും കാണിച്ചു നിങ്ങളിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ട് നല്ല കാണിച്ചും കൂടെ പറ. അതെ. ഇത് മുത്തങ്ങക്കിഴങ്ങാണ്. മുത്തങ്ങക്കിഴങ്ങ്. ഇത് നന്നറിയാണ് നറുകണ്ടി. നറുനണ്ടി ഉണ്ടോ? സർബത്ത് ഉണ്ടാക്കും. അതെ. നറുകണ്ടി. ഇത് നെല്ലിക്ക ഉണക്കി പിടിച്ചോ? ഉണക്കിയത്. ഇത് കച്ചോല. ഇത് ഇരട്ടി മധുരം. ഇത് ചുമ്മാ കടിച്ചു പറിച്ച് തിന്നാവുന്നതാണല്ലേ? അതെ. ഇത് മുള്ളാണ്. ഞെരിഞ്ഞില്ലേ? വയറിനൊക്കെ നല്ലതാണ്. അതെ. ഈ മൂത്രക്കടച്ചിൻ്റെ ഒക്കെ. അതെ. ഇത് ചിറ്റർത്ത. അതെന്തിനുള്ള? ഇത് ഈ അങ്ങാടി മരുന്നുകളിൽ പെട്ടതാണ്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഈ ചുമയും കഫക്കെട്ടിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് അശ്വഗന്ധം എന്ന് പറഞ്ഞാൽ. അശ്വഗന്ധ. ഇതാണ് സാധനം അല്ലേ? ഇതിനാണ് അശ്വഗന്ധത്തിലേക്ക് ഉണ്ടാക്കുന്നത്. അതെ. ഇത് ചെറിയ പൊട്ടിച്ചെടിയാണല്ലേ? അതെ. അത് ഇവിടെ നിന്നല്ല, വെളിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും അവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്. ശരി. ഇത് ഇടംപിരി, വലംപിരി. അങ്ങനെ ഉണ്ട്, ചെടികളുണ്ടല്ലേ? ഇടംപിരി, വലംപിരി. ഇത് കടുക്ക കഷായം. ഇത് വയമ്പ്. തേനും വയമ്പ്. അതെ. വയമ്പ് എന്തിനൊക്കെ? വയമ്പ് പിള്ളേർക്കൊക്കെ സ്വരം ശുദ്ധിക്കും. തേനിൽ ഒരു കൊടുത്തു കഴിഞ്ഞാൽ സംസാര ഇതിനൊക്കെ താന്നിക്ക. അതെ. അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത് മരമഞ്ഞൾ. അതാണ് മരമഞ്ഞളാടിയ. അതെ. വരമഞ്ഞളല്ല, മരമഞ്ഞളാണല്ലേ? നായ്ക്കൂറിന പരിപ്പ്. ശരി. ഓക്കെ. ഒരുപാടുണ്ട്. ഇനി തമിഴിലൊക്കെ കുറെ കമ്പ് കോലുകളൊക്കെ ഇരിക്കുന്നു അല്ലേ? എണ്ണിയാലൊടുങ്ങാത്ത അത്ര ഇനം അങ്ങാടി മരുന്നുകൾ ഇവിടെ സൂക്ഷിച്ചുകൊണ്ട് തലമുറകൾ കൈമാറുമെന്ന ഇത്തരം അങ്ങാടി മരുന്നുകളെക്കുറിച്ചും നാട്ടുവൈദ്യത്തെക്കുറിച്ചും നമ്മൾ മലയാളികൾ മിനിമം ബോധവാന്മാരായിരിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരള കോളിംഗ് നമ്മൾ തുടരുന്നതാണ്. നമുക്ക് നാളെ കാണാം.